ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു തൻ്റെ കിച്ചൺ റെസിപ്പീസ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു നാടൻ പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. ക്രിസ്മസ്, ഈസ്റ്റർ, അതുപോലെ ഓണം, പിന്നെ വിശേഷ ദിവസങ്ങളിലൊക്കെ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഒരു നാടൻ പലഹാരമാണ് അച്ചപ്പം. അച്ചപ്പം ഉണ്ടാക്കാത്ത ഒരു വിശേഷ ദിവസവും ഉണ്ടാകാറില്ല. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു നാടൻ പലഹാരമാണ് അച്ചപ്പം. ഞാനിന്ന് നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അച്ചപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമുക്കിത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ പച്ചരി കുതിർത്തി മിക്സിയിൽ അരച്ചിട്ടാണ് ഈ ബാറ്റർ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. നമുക്ക് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. അത് ഈ കപ്പിന് ഒരു കപ്പാണ് എടുത്തത്. അത് 4 മണിക്കൂർ കുതിർത്തിയതാണ് ക്ലീൻ ചെയ്തതിന് ശേഷം. ഇതിൽ നിന്ന് കുറച്ച് വെള്ളം നമുക്ക് ഊറ്റി മാറ്റാം. എന്നിട്ട് കുറച്ച് വെള്ളത്തിലാണ് ഇത് അരച്ചെടുക്കേണ്ടത്. ആദ്യം കുറച്ച് വെള്ളത്തിൽ അരക്കാം, അല്ലെങ്കിൽ നമുക്ക് പച്ചരി അരഞ്ഞു കിട്ടില്ല. നമുക്ക് ആദ്യം തന്നെ ജാറിലേക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആ കുതിർത്തിയ പച്ചരിയും കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇപ്പം നല്ല കട്ടിയിൽ ഏകദേശം അരഞ്ഞിട്ടുണ്ട്. ഇപ്പം നമുക്കിനി ബാക്കി മാറ്റി വെച്ച വെള്ളം കൂടി ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് മൈദമാവും 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്നും കൂടി മിക്സ് ചെയ്യാം. ഇപ്പം നല്ല കറക്റ്റ് ലൂസായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു മുട്ടയും ടേസ്റ്റിനുള്ള ഉപ്പും 2 ടീസ്പൂൺ പഞ്ചസാര മധുരത്തിനുള്ളതും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് കുറച്ച് കറുത്ത വെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉടനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. കലക്കിയ മാവ് കൂടുതൽ സമയം വെച്ചുകൊണ്ടിരിക്കരുത്. അത് പൊങ്ങിപ്പോയാൽ നമ്മളുടെ അച്ചിൽ പിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാനിവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ബാറ്റർ എപ്പോഴും ഇതുപോലെ മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ അച്ചിൽ മുക്കിയിട്ട് ഇടാനായിട്ട്. എണ്ണ നന്നായി തിളച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് വേണം അച്ച് ബാറ്ററിൽ മുക്കിയിട്ട് ഇടാൻ. അച്ച് മുഴുവനായിട്ട് മുക്കരുത്, പകുതി ഭാഗം മാത്രം മുക്കിയാൽ മതിയാകും. 3-4 സെക്കൻഡ് കൊണ്ട് തന്നെ ഇത് നമ്മൾ പതുക്കെ അനക്കി കൊടുത്താൽ എണ്ണയിലേക്ക് ഈ മാവ് അടർന്ന് വീണോളും. എന്നിട്ട് 1 മിനിറ്റ് മതി നമുക്ക് 2 സൈഡും ആവശ്യത്തിന് മുരിഞ്ഞ് കിട്ടാനായിട്ട്. അതിനുശേഷം നമ്മൾക്ക് ഇതുപോലെ അച്ചിൻ്റെ ഹാൻഡിലിൽ കമഴ്ത്തി വെച്ചിട്ട് എണ്ണ ഊർന്നു പോയതിന് ശേഷം നമുക്കൊരു കൊട്ടയിലേക്ക് മാറ്റി വെക്കാം. അരി അരച്ചുണ്ടാക്കുന്നത് കൊണ്ട് നമുക്കിത് വിശേഷ ദിവസങ്ങളിൽ മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വൈകുന്നേരങ്ങളിലും ഉണ്ടാക്കി കഴിക്കാനായിട്ട് സാധിക്കും. കുറച്ച് ബാറ്റർ കൊണ്ട് ഒത്തിരി ഉണ്ടാക്കാൻ പറ്റിയ ഒരു പലഹാരമാണിത്. നമ്മളുടെ ബാറ്ററി ലൂസായി പോയി എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് പൊടി അതിലേക്ക് മിക്സ് ചെയ്യാം. വേറൊരു ചെറിയ പാത്രത്തിൽ നമ്മളുടെ ഈ ബാറ്റർ എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മാവ് മിക്സ് ചെയ്ത് കട്ടിയിൽ കലക്കിയെടുത്തിട്ട് ഈ ബാറ്ററിലോട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും. നമ്മൾക്ക് വേണമെങ്കിൽ 2-3 വിധം ഉണ്ടാക്കിയെടുക്കാം. ഒരാൾ ഹെൽപ്പ് ചെയ്യാൻ നിന്നാൽ നമുക്കിത് വേഗം ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഒരാൾ മാത്രമായതുകൊണ്ട് ഓരോന്നേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ആ ഓരോന്ന് വിധം ഞാൻ അതെല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എനിക്ക് ഈ കുട്ട നിറച്ചും പിന്നെ ഒരു ഡബ്ബ നിറച്ചും ഉണ്ടാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഈ അച്ചപ്പത്തിൻ്റെ റെസിപ്പി എല്ലാവരും ഈ ക്രിസ്മസിനെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ പച്ചരി മിക്സിയിൽ അരച്ചെടുത്തിട്ട് നമുക്ക് ഇതുപോലെ വളരെ എളുപ്പത്തിൽ അച്ചപ്പം ഉണ്ടാക്കിയെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള അച്ചപ്പമാണ്, നല്ല കിലുകിലായിരിക്കുന്ന അച്ചപ്പം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സും ഒക്കെ അറിയിക്കുക. നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.